നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഗോമതിയും മീനാക്ഷിയും കൂടെ നിൽക്കുകയാണ്. ഓട്ടോറിക്ഷക്കാരൻ കൈയൊഴിഞ്ഞു. ഓട്ടോറിക്ഷക്കാരൻ അവസാനം അത്ര സമയം ഓടി എന്നെ പണം വാങ്ങിച്ചോണ്ട് അയാൾ പോയി. അയാൾ പറഞ്ഞു, എനിക്ക് കുടുംബം കുട്ടികളൊക്കെ ഉള്ള എന്നെ കൊണ്ട് പറ്റില്ല, ഇപ്പൊ തന്നെ ജസ്റ്റ് തലനാരിഴക്കാണ് ഒന്ന് രക്ഷപ്പെട്ട് പോയിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പോയി. ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു, അമ്മേ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. നമുക്ക് കുറച്ചു ദൂരം അങ്ങ് നടക്കാന്ന് പറഞ്ഞു. അങ്ങനെ നടക്കണം. കുറെ ദൂരം നടന്നിട്ടും ദേവമല ക്ഷേത്രം എവിടെയെന്ന് കണ്ടെത്താൻ പറ്റിയില്ല. അമ്മേ ഇനി എന്നെ കൊണ്ട് വയ്യ, ഞാൻ മടുത്തു, എത്ര സമയം നടക്കണേ, നമുക്ക് തിരികെപ്പോ. അമ്മയുടെ ദേവമല ക്ഷേത്രം ഗൂഗിൾ ഇപ്പോൾ സെർച്ച് ചെയ്തിട്ട് അത് കാണാൻ പറ്റുന്നില്ല. അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, മോളെ ആ കൈനോട്ടക്കാരി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കുറെ പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ തരണം ചെയ്താൽ മാത്രമേ നമുക്ക് ദേവിമല ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത്ര പെട്ടെന്നൊന്നും എത്താൻ പറ്റില്ലെന്നല്ല പറഞ്ഞേ. നമ്മുടെ കുടുംബത്തിൽ അത്രമാത്രം ദോഷം ഉണ്ടെന്ന് വേണം കരുതാനായിട്ട്. ആ ദോഷങ്ങളൊക്കെ മാറണമെങ്കിൽ പോയാൽ മതിയാവുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു, അമ്മയുടെ ഒരു കൈനോട്ടക്കാരി, അവര് ശുദ്ധ പൊട്ടത്തരാ പറഞ്ഞെന്ന് പറഞ്ഞു. ദേവമോളെ ഇങ്ങനൊന്നും പറയരുത്, എനിക്ക് എന്താണെങ്കിലും ദേവിമല ക്ഷേത്രത്തിലേക്ക് പോയാൽ മതിയാവുള്ളൂ. കുടുംബത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അതെല്ലാം ഒഴിവാക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതിയാവുള്ളൂ. എനിക്കതുകൊണ്ട് സ്വാമി പോയിട്ടേ കണ്ടേ തീരൂ എന്ന് പറഞ്ഞു. എന്ത് റിസ്ക് എടുത്താണെങ്കിലും ശരി, നീ തിരികെ പോയാലും ശരി, ഞാൻ ഇനിയിപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് ചെല്ലാതെ എനിക്കൊരു വിശ്രമം ഇല്ലാന്ന് പറഞ്ഞു. പിന്നീട് മീനാക്ഷിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. മീനാക്ഷിയും ഗോമതിയോടൊപ്പം നടക്കുവാണ്. അങ്ങനെ കുറെ ദൂരം നടന്ന് അവർ മടുത്തങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഗോമതി ആ കാഴ്ച കാണുന്നത്. തെങ്ങ് നോക്ക്, ദേവമല ക്ഷേത്രം എന്ന് പറയണ. ഒരു നിമിഷം മീനാക്ഷി അന്തം വിട്ടുപോയി. മീനാക്ഷി നോക്കിക്കഴിഞ്ഞപ്പോ അതെ, ദേവിമല ക്ഷേത്രം. അങ്ങനെ അവർ സന്തോഷത്തോടെ അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോഴേക്കും അവിടുന്ന് ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ല ആരാ, എന്താ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലോ എന്നൊക്കെ ചോദിച്ചു. ആദ്യമായിട്ടാണെന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾ ആദ്യമായിട്ടാ, കുറച്ച് ദൂരത്തുനിന്ന് വരുന്ന. അപ്പം ഒരു കൈനോട്ടക്കാരി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പ്രശ്ന പരിഹാരത്തിനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അല്ല പ്രശ്നപരിഹാരം നടത്താനായിട്ട് നിങ്ങൾ സ്വാമി പോറ്റിയെ കാണാനായിട്ടാണോ വന്നിരിക്കണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, ആ അതെ അതെ, സ്വാമി പോറ്റിയ ഈ ക്ഷേത്രത്തിലെ പൂജാരി അദ്ദേഹമാണെന്ന് പറയാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ വെച്ച് പരിഹാരം നിർദ്ദേശിക്കുന്ന അദ്ദേഹമാണെന്ന് പറഞ്ഞു. പിന്നീട് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയും ഗോമതിയും കൂടെ സ്വാമി പോറ്റിയുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. സ്വാമി പോറ്റി കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയം ഗോമതി പറഞ്ഞു, കുറെ തടസ്സങ്ങളുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഒടുവിൽ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി ഒരുങ്ങിയതാ. ഈ ക്ഷേത്രം എവിടെയാന്ന് പോലും അറിയാതെ വന്നു കഴിഞ്ഞപ്പം. അപ്പോഴേക്കും തിരുമേനി പറഞ്ഞു, ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്, എന്റെ യാത്ര ദൈവം മുടക്കിയതിന്റെ കാരണം ഇപ്പോഴെനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. യാത്ര മുടക്കുന്നു? അതെ, ഇന്ന് ഞാൻ വാരണാസിക്ക് പോകാനായിട്ടിരുന്ന, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഒരു പക്ഷേങ്കില് നിങ്ങൾ ഇന്നിങ്ങോട്ടേക്ക് വരുമായിരിക്കും, നിങ്ങൾക്ക് പ്രശ്നപരിഹാരം പറയണായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നെ ഇവിടെ ദേവി നിർത്തിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോമതിക്കും മീനാക്ഷിക്കും ഒരു അത്ഭുതമാണ് തോന്നിയത്. പിന്നീട് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് പൂക്കളെടുത്ത് രണ്ടുപേരുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അത് ഒരു ഓട്ടുകൾ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് വെള്ളത്തിനകത്തേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ വെള്ളത്തിനകത്തേക്ക് ഇടുവാണ്. പിന്നീട് അദ്ദേഹം അതിനകത്തേക്ക് നോക്കി, അതിനകത്തേക്ക് ഒരു കർപ്പൂരം കൂടെ കത്തിച്ചു വെച്ചിട്ട് അതിനകത്തേക്ക് നോക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതെ മൃത്യുവാണല്ലോ കാണുന്നതെന്ന് പറഞ്ഞു. പ്രശ്നത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ മൃത്യുവോ? ഒരു നിമിഷം ഞെട്ടിപ്പോയി. അതെ, കുടുംബത്തിലൊരു അപമൃത്യു ഉണ്ടാവും എന്ന് പറയാണ്. അപമൃത്യു എന്ന് കേട്ട് കഴിഞ്ഞപ്പം രണ്ടുപേർക്കും എന്ത് ചെയ്യാനും നടത്തില്ല. ഗോമതി ഒരു നിമിഷം അന്താളിപ്പോട് കൂടിയിട്ട് മീനാക്ഷിയെ നോക്കണം. മീനാക്ഷി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഗോമതി വെച്ചു, സ്വാമി പോറ്റി വീട്ടിലൊരു അപകട മരണോ? അതെ, ഒരു മരണം നടക്കുമെന്ന് പറയണ, അല്ലെങ്കിൽ മരണതുല്യമായ ഒന്ന് അതുപോലെ ഒരു സംഭവം നടക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു, അല്ല അതിനൊരു പ്രശ്ന പരിഹാരമില്ലേ സ്വാമിന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പം സ്വാമിയെ നോക്കിയിട്ട് പറഞ്ഞു, ഒരു പരിഹാരമുണ്ട്, അതിനു വേണ്ടിയിട്ട് അഗ്നിപൂജ നടത്തണമെന്ന് പറയണ. അഗ്നിപൂജ? അതെ, അഗ്നിപൂജ നടത്തണമെന്ന് പറഞ്ഞു. എന്ത് പൂജ വേണം നടത്താം തിരുമേനി, ഇത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ മതി, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അതെ, അഗ്നിപൂജ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എൻ്റെ അറിവിൽ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ക്ഷേത്രത്തിൽ ഒരു അഗ്നിപൂജ നടത്തിയിരിക്കുന്നത്, അതിനുശേഷം നടത്തിയിട്ടേ ഇല്ല. അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, എന്ത് പൂജ നടത്താനും ഞങ്ങൾ തയ്യാറാ. ശരി ശരി, പൂജ നടത്താൻ തയ്യാറായിട്ട് മാത്രം കാര്യമില്ല, അതിന് കുറെ അനുഷ്ഠാനങ്ങളും വ്രതങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എന്ത് വേണം ചെയ്യാം, എന്ത് വ്രതം വേണമല്ലോ എടുക്കാന്ന് പറയണം. അതെ, വ്രതം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വ്രതം എടുക്കുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, ഞാൻ എടുത്തോളാം, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അഗ്നിപൂജ നടത്താനുള്ള വ്രതം ഞാൻ എടുത്തോളാം, അഗ്നിപൂജ ഞാൻ ചെയ്തോളാം എന്നൊക്കെ
ഇങ്ങനെ ഗോമതി പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം തിരുമേനി പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷേങ്കിൽ സാധാരണ വ്രതം പോലെയല്ല ഇത്. ഉം. സാധാരണ വ്രതം എടുക്കുമ്പോൾ ഒരിക്കലും എടുക്കാലോ, പക്ഷെ ഇതങ്ങനെയല്ല. പൂജ തുടങ്ങുന്നേരം തലേ ദിവസം മുതൽ വ്രതമായിരിക്കും. പിന്നെ പൂജ കഴിയാതെ വ്രതം മുടക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയാണ്. അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, അമ്മേ വേണോ, അമ്മയെ എടുക്കണോന്ന് ചോദിച്ചു. വേണം, ഞാനിത് എടുക്കും, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ വ്രതം എടുത്തോളാം എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ പൂജയ്ക്ക് വേണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് തിരുമേനി പറഞ്ഞു. അങ്ങനെ തിരുമേനി അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഒടുവിൽ മീനാക്ഷിയും ഗോമതിയും കൂടെ വീട്ടിലേക്ക് പോരുവാണ്. പിന്നീട് അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ബാലനും എല്ലാവരും വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് ഗോമതി ഈ പൂജ, അഗ്നിപൂജയെ കുറിച്ചൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശം ചോദിച്ചു, അഗ്നിപൂജ, അതെന്ത് പൂജ അമ്മേന്ന് ചോദിച്ചു. അല്ല, ഇങ്ങനെയൊരു പൂജയെ കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ട് പോലും ഇല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, ഞാനും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അതെ, അഗ്നിപൂജ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്. ആ പൂജ നടത്തുവാണെങ്കിൽ ചിലപ്പം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമൊക്കെ ഉണ്ടാവുന്ന അദ്ദേഹം പറഞ്ഞെന്ന് പറയണം. അല്ല, അദ്ദേഹം എങ്ങനെയാ ഈ പ്രശ്നം വെച്ച് നോക്കി എങ്ങനെ ഇത് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ഒരു ഉരുളിക്കകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് തെച്ചിപ്പ് ഇടാൻ പറഞ്ഞു. തെച്ചിപ്പ് ഞങ്ങളുടെ കയ്യിലേക്ക് വന്നു, അതിട്ടു. അതിനുശേഷം അദ്ദേഹം ഒരു കർപ്പൂരം കത്തിച്ചു വെച്ചു. ആ കർപ്പൂരം താന്നുപോയി. താന്നുപോയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ദോഷമുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മിത്ര വെച്ചു, അല്ല, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദോഷമുണ്ടെന്ന് മനസ്സിലാവോ? അദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞു. അദ്ദേഹം വാരണാസിക്ക് പോകാനിരുന്ന ആളാ, പക്ഷേ എങ്കിൽ ഇന്നലെ അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല. അല്ല, ഇന്ന് അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല. എന്തുകൊണ്ടാ? ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുമെന്ന് അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടായെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അത് കേട്ടതും ആകാശ് പറഞ്ഞു, ഇതൊക്കെ സത്യമാണോ അമ്മേന്ന് ചോദിച്ചു. അല്ല, ഞാൻ പറയുന്ന കള്ളത്തരമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് നിന്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക്. ശരിയല്ലേ മോളെ മീനാക്ഷി, നീ കണ്ടതല്ലേ ആ കർപ്പൂരമാണെങ്കിലും ആ വെള്ളത്തിനകത്ത് മുങ്ങിപ്പോന്നേ? അതൊക്കെ ശരി തന്നെയാ, സയൻസിൽ അങ്ങനെ വല്ല ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓഹോ, അപ്പൊ ഇത് ട്രിക്സ് ആണെന്നാണോ നീ പറയണത്? വിശ്വാസം വേണ്ട, നിങ്ങൾക്ക് ആർക്കും വിശ്വാസം വേണ്ട. പക്ഷെ എങ്കിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഉറപ്പായിട്ടും ഇത് കള്ളത്തരമൊന്നും അല്ല. അപ്പോഴേക്കും ദേവി ചോദിച്ചു, അല്ല, അദ്ദേഹം അത് പ്രശ്നം വെച്ച് നോക്കിയിട്ട് എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോഴാണ് ഗോമതി പറയണേ, അതെ, ആ ആടുടുത്ത് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാവോ? മൃത്യുവാണ് ബലന്ന്. മൃത്യുവോ? അതെ, മൃത്യുവാണ് കാണുന്നതെന്നാ പറഞ്ഞത്. ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കും, ഒരാൾ മരണപ്പെടുമെന്നാ പറഞ്ഞേ. അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. അല്ലമ്മേ, അതിന് പരിഹാരം ഇല്ലെന്ന് ശ്രീദേവി ചോദിച്ചു. അതിനുള്ള പരിഹാരമാണ് ഈ അഗ്നിപൂജ എന്ന് പറഞ്ഞു. അല്ല, അഗ്നിപൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുരുകനെ ദേവിയെ സങ്കല്പിച്ച് നടത്തുന്ന ഒരു പൂജയാണ്. പ്രധാനമായിട്ടും ദേവിക്കാണ് പ്രാധാന്യം കൊടുക്കണേ. മുരുകന്റെ സങ്കല്പമായിട്ട് നിർത്തിക്കൊണ്ട് നടത്തുന്ന പൂജയാണ്. അത്ര വലിയൊരു പൂജ. ഒരു കാരണവശാലും ആ പൂജ നടത്താൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുടങ്ങാനായിട്ട് പാടില്ല. അങ്ങനെ ഒരു വലിയ പൂജ തന്നെയാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. അതിന് വ്രതങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കണം. ഞാൻ വ്രതം എടുത്തോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, നീ വ്രതം എടുക്കാനോ? അതെ, സാധാരണ വ്രതം പോലെയല്ല, തലേദിവസം മുതൽ ആഹാരം കഴിക്കാതിരിക്കണം, പൂജ കഴിയുന്നോടം വരെ അങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ആരും പറഞ്ഞു, അമ്മയ്ക്ക് അങ്ങനെ വ്രതമൊക്കെ എടുക്കാൻ പറ്റുമോ? ഒരു ദിവസം മുഴുവൻ ആഹാരം കഴിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ ജലപാനം പോലും പറ്റില്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം, ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ, ഒരാപത്തും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ അതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, കുടുംബത്തിന് വേണ്ടി എടുക്കുന്നതല്ലേ, പിന്നെ ഞാനും കൂടെ എടുത്തോളാം. കുടുംബത്തിന് വേണ്ടി ആകുമ്പം ഒരു ദിവസമല്ല, എത്ര ദിവസം വേണമെങ്കിലും ആഹാരം കഴിക്കാതെ ഞാനും ഇരുന്നോളാം, ഞാനും നിന്നോടൊപ്പം ഉണ്ട് ഗോമതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആരും പറഞ്ഞു, എന്നാൽ ഞാനും വ്രതം എടുക്കുവാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു. ആ സമയത്ത് ആകാശ് പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ ഞാനും എടുക്കാന്ന് പറഞ്ഞു. പിന്നെ മീനാക്ഷിയും വ്രതം എടുക്കാന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും വ്രതം എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുകന്യ പറഞ്ഞു, അതെ, ഇതിന് വേണ്ടിയിട്ട് ഞാനും എന്താളും വ്രതം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, സുകന്യ നീ വ്രതം എടുക്കണം? അതെ, ധർമ്മനൊക്കെ ഓൾറെഡി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അല്ല, ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ, ഈ കുടുംബത്തിൽ ഒരു നല്ല കാര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ, അപ്പൊ എന്താണെങ്കിലും ഞാനും എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പം ഞാനും എടുക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഞാനും എടുക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അതൊന്നും വേണ്ട ദേവി, നീ എടുത്താൽ ശരിയാകത്തില്ല, നിന്റെ വയറ്റൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർമ്മയുണ്ടല്ലോ, നീ വ്രതം എടുത്താൽ എങ്ങനെയാ ശരിയാകുന്നേ? ഒടുവിൽ ശ്രീദേവി വ്രതം എടുക്കാനായിട്ട് ആരും സമ്മതിച്ചില്ല. അപ്പോഴേക്കും സുകന്യ ഓർത്തു, ചാടിക്കയറി വ്രതം എടുക്കുന്നുണ്ടെന്നും പറഞ്ഞു. വ്രതം എടുക്കുന്ന കാര്യം പറയേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഒരു ദിവസം മൊത്തം ആഹാരം കഴിക്കാതിരിക്കുക. ആ സമയം ഗോമതി ചോദിച്ചു, അല്ല, നമ്മളെല്ലാവരും കൂടെ പൂജയ്ക്ക് പോകില്ലേ? മറ്റന്നാളാണ് പൂജ, പൂജയ്ക്ക് പോകണം, അപ്പം നാളെ മുതൽ വ്രതം എടുക്കണം. അപ്പൊ പൂജയ്ക്ക് പോണ സമയത്ത് ദേവിയുടെ അടുത്ത് ആരെങ്കിലും വേണ്ടെന്ന് ചോദിച്ചു. അയ്യോ, ദേവിയുടെ അടുത്ത് ഇരുന്നാൽ മതിയായിരുന്നു എന്നൊരു ചിന്ത സുകന്യയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇരുന്നോളാം ദേവി ചേച്ചിയുടെ അടുത്തെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, മിത്രൻ ദേവിയും വ്രതം എടുക്കണ്ട, ബാക്കി എല്ലാവരും എടുത്തോളാൻ പറയണം. അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി.
പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദേ മുറിയിലേക്ക് വരുവാണ്. ആ സമയത്ത് ആനന്ദ് മുറിയിലൊരു മാസികയൊക്കെ വായിച്ചിരിക്കുന്നുണ്ട്. ആനന്ദിനോട് പറഞ്ഞു, ആനന്ദേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ ദേവി? അതെ, ഞാനും വ്രതം എടുത്തോട്ടേന്ന് ചോദിച്ചു. ഏ, നീ വ്രതം എടുക്കാനോ? നിനക്കെന്താ? നിനക്കത് തലയ്ക്ക് ഭ്രാന്തുണ്ടോ ദേവി? അത് പിന്നെ ആനന്ദേട്ടാ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വ്രതം എടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല. ദേവി അങ്ങനെ പറയരുത്. ഒരു ദിവസം മൊത്തം ജലപാനം മുടങ്ങിയിരിക്കണം. മാത്രമല്ല ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ നീ വെള്ളം കുടിക്കുന്നതല്ലേ. അങ്ങനെ വെള്ളമൊന്നും കുടിക്കാതെ ഇരിക്കാൻ നിനക്ക് പറ്റുമൊന്നുമില്ല. അതുകൊണ്ട് നീ വ്രതം എടുക്കണ്ടെന്ന് പറഞ്ഞു. അതല്ല ആനന്ദേട്ടാ, ഞാൻ കുറേ തെറ്റുകളൊക്കെ ആനന്ദനോട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രായച്ചിത്തമായിട്ട് എനിക്ക് ഇത്രയെങ്കിലും ചെയ്യണ്ടേ. അതുകൊണ്ടാ ഈ കുടുംബത്തോടെ പ്രായച്ചിത്തമായിട്ട് ഞാനിതൊക്കെ ചെയ്യാൻ ഒരുങ്ങണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു, വേണ്ട ദേവി, അതൊന്നും ശരിയാകത്തില്ല. കാരണം നിന്നോട് പറയാതിരുന്ന ഒരു കാര്യമുണ്ട് ഞാൻ. അതിനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതിപ്പോൾ തന്നെ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്ത് കാര്യമെന്ന് പറയണില്ല. അത് നാളത്തെ വിശേഷത്തിലായിട്ടോ അറിയാൻ പോകുന്നത്. അപ്പോൾ ദേവിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ആനന്ദ് അങ്ങനെ പറയണേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.